എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എന്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസ. അപ്പൊ ന്യൂ ഇയർ ഒക്കെ അല്ലേ, നമുക്ക് ഇന്നൊരു മധുരത്തില് ഈ വർഷം ആരംഭിക്കാം. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി രസഗുളയാണ്. അതൊരു ബംഗാളി സ്വീറ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് രസഗുള തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ രസഗുള റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ 1 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടുന്നത്. ഞാനിവിടെ 4 കപ്പ് പാല് എടുത്തിരിക്കുന്നതാണ്. 250 ml 4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് മിൽക്കാണ്. ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു നാരങ്ങയുടെ ജ്യൂസ് കൂടി വേണം. അപ്പം അത് പാല് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് പിഴിഞ്ഞു വെക്കാം. ഇപ്പം നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്ന ഉടനെ ഈ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കണം, അല്ലെങ്കിൽ അത് തിളച്ച് പൊങ്ങിയങ്ങ് കളയും. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഈ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പാലിനെ പിരിച്ച് ഉണ്ടാകുന്ന ആ പനീറിൽ നിന്നുമാണ് നമ്മൾ രസഗുള റെഡിയാക്കുന്നത്. അപ്പോൾ പനീർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പനീറിൻ്റെ റെസിപ്പീസ് ചെയ്യാനായിട്ടും ഇങ്ങനെ തന്നെ പനീർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ നാരങ്ങയുടെ ആ ഒരു ജ്യൂസ് കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചിങ്ങനെ ഇളക്കി കൊടുത്താൽ കറക്റ്റിന് അത് നല്ല രീതിയിൽ പിരിഞ്ഞ് വരും. വെള്ളവും പാലും സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം ഇങ്ങനെ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യണം. ഇപ്പം നമ്മുടെ പാലും വെള്ളവും കൂടി രണ്ടായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് നന്നായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ആ ഒരു നല്ലൊരു ചൂട് കുറച്ചൊന്ന് കുറയും. അതിനുശേഷം നമുക്കിതൊരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പനീർ നമുക്ക് ഏകദേശം ഇത് കുറച്ച് ചൂടുണ്ടാവും, ഒരുപാട് ചൂടില്ല, കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം ഞാൻ ദാ ഇതുപോലെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുക്കുന്ന എപ്പോഴും ഒരു കോട്ടൺ തുണിയിൽ അരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒട്ടും ആ പനീർ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. ഒരു അരിപ്പിൽ അരിക്കുന്നതിനെക്കാട്ടി തുണിയിൽ അരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഇത് അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചുകൂടി ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വീണ്ടും അരിച്ചെടുക്കണം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചാണ് നമ്മൾ പനീർ റെഡിയാക്കുന്നത്. അപ്പോൾ ആ പുളി രസമൊക്കെ അതിൽ നിന്നങ്ങ് മാറി അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും. മാത്രമല്ല ഇങ്ങനെ പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് വേണം കഴുകാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ പനീറിനെ പിഴിഞ്ഞ് വെക്കുമ്പോൾ അതിൻ്റെ മേളിലൊരു വെയിറ്റ് ഒക്കെ വെച്ചാൽ നമ്മൾ ഏത് ഷേപ്പിലാണോ പനീർ ആവശ്യം ആ ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്കതിനെ കട്ട് ചെയ്തെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനാണ് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ച് റെഡിയാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഞാനിപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് നമുക്കിതുപോലെ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിരുന്നാൽ മതി. അതിലെ വെള്ളമൊക്കെ വാർന്ന് നമുക്ക് കിട്ടും. എനിക്കിപ്പോൾ ഇവിടെ പനീർ ഞാൻ ഒരു രസഗുളയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു ഡിസേർഡ് ഷേപ്പൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്കൊരു ഷേപ്പായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു തുണിയുടെയും പനീറിൻ്റെയും മേളിൽ കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിന് അത് ഇരിക്കും, വെള്ളമൊക്കെ വാർന്നിരിക്കും. അപ്പോൾ നമുക്ക് നൈഫ് വെച്ച് കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ട്രേയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു പ്ലേറ്റിലോ ട്രേയിലോ എന്തിലെങ്കിലുമാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടോ പനീർ നല്ല കട്ടിക്കിരിക്കുന്ന. ഇതിൻ്റെ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയിറ്റ് വെച്ചിരുന്നെങ്കിൽ ആ ഷേപ്പിൽ കിട്ടിയേനെ. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയതാണ്. ഇപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ കൈവച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ അകംഭാഗം വെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ തേച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പം നല്ല രീതിയിൽ അത് സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നല്ല രീതിയിൽ സോഫ്റ്റ് നിങ്ങൾക്ക് തൊടുമ്പോൾ അറിയാം. ആദ്യത്തെ ആ ഒരു റഫായിട്ടിരിക്കുന്നതൊക്കെ മാറി നല്ല ഒരു ഒരു രീതിയിലോട്ട് മാറും. അപ്പം നമുക്കതിനെ എന്നിട്ട് റൗണ്ട് ബോൾസ് ആക്കി എടുക്കണം. പക്ഷെ നമുക്കത് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ആവാതെ അതിൽ വെള്ളാംശം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അതിലേക്ക് ഒരു ടീസ്പൂണോ
1.5 ടീസ്പൂണോ മൈദ മാവ് വേണമെങ്കിൽ ചേർക്കാം. അതൊരു ടിപ്പാണ്. വേണമെങ്കിൽ മാത്രം വെള്ളം കൂടിപ്പോയെങ്കിൽ മാത്രം ചേർക്കുക, അല്ലാതെ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇപ്പോൾ മാവൊന്നും ചേർക്കുന്നില്ല. എപ്പോഴും നല്ല ഫ്രഷ് പനീറിൽ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരിക്കലും അതിൽ മാവ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ വെള്ളം കൂടിപ്പോകുന്ന സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ച് മാവ് ചേർത്ത് കൊടുത്താൽ മതി. അത് ഒരു ടീസ്പൂണൊക്കെ ചേർക്കാവൂ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. ഇതിപ്പോൾ നല്ല രീതിയിൽ നല്ല മയത്തിലായി വന്നിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ഞാൻ ഇതുപോലെ തന്നെ അതിനെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഡോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതുപോലെ എടുത്ത് ഓരോ റൗണ്ട് ബോളായിട്ട് ഇങ്ങനെ എടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ബോൾസും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ബോളുകളാക്കി എടുക്കാനായിട്ട്. ഇപ്പം എല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോളുകളാക്കി ക്രാക്ക് ഒന്നും വീഴാതെ നല്ല രീതിയിൽ നല്ല മയത്തിന് വേണം ബോളാക്കി എടുക്കാൻ. അതങ്ങനെ അധികം പ്രസ് ചെയ്യാതെ 2 കൈയും വെച്ച് ചെറുതായിട്ട് ബോളാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. ഈ 1 കപ്പ് പഞ്ചസാരയിൽ നമുക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സിറപ്പ് പോലെ ആക്കാം. സിറപ്പ് എന്ന് പറഞ്ഞാൽ 1 സ്ട്രിങ് അങ്ങനത്തെ കൺസിസ്റ്റൻസി ഒന്നും വേണ്ട. ഒന്ന് അലിഞ്ഞ് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാകും. ഇപ്പോൾ ആ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലേവറിന് ഞാൻ കുറച്ച് റോസ് എസൻസ് ചേർക്കുന്നുണ്ട്. ഈ റോസ് എസൻസ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് ഒരു 3 ഡ്രോപ്സ് എങ്ങാനും ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ റോസ് എസൻസ് ചേർത്താൽ മതി. അത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്നും അതിനെ ഒരു ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റണം. ലോ ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം ഇതിൽ ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 5 മുതൽ 6 മിനിറ്റ് 5-6 മിനിറ്റ് നമ്മൾ അടച്ചിട്ട് കുക്ക് ചെയ്യണം. ഇങ്ങനെയാണ് രസഗുള നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് രസഗുളയുടെ ബോൾസ് കുക്ക് ചെയ്യാൻ പാടില്ല. അതിന് കാരണം അത് പെട്ടെന്നങ്ങ് ക്രാക്കായി പോവും. മാത്രമല്ല അതിൻ്റെ ഉൾഭാഗം വെന്ത് വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അത് അടച്ചിട്ട് ഒരു 5-6 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഞാനിവിടെ 6 മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് വരും. ഡബിൾ സൈസ് മാത്രമല്ല, നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഈ ഓരോ ബോൾസും നല്ല സ്പോഞ്ചി പോലെ ഇരിക്കും. കാരണം സ്പോഞ്ച് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അതിനെ എടുത്ത് പ്രസ് ചെയ്താൽ അതിൻ്റെ ജ്യൂസ് മൊത്തം അങ്ങ് പുറത്തോട്ട് പോകും. പക്ഷെ ആ ബോൾ പൊട്ടാതെ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയാണ് സ്പോഞ്ചി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഇതിവിടെ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 6 മിനിറ്റാണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്തത്. ഇപ്പോൾ ഇത് കറക്റ്റ് ആ ഷുഗർ സിറപ്പൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് നല്ലൊരു ഫ്ലേവർ, ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് കുക്കും ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് തണുത്തതിന് ശേഷം ഒന്നുകിൽ റൂം ടെമ്പറേച്ചറിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രസഗുള തയ്യാറാക്കുന്നത്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കണ്ട. അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.